മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്തേക്ക് ബുൾഡോസർ കടന്നു വരുന്നു. 400-ലധികം വീടുകൾ തകർക്കുന്നു. ഈ വാർത്ത വരുന്നത് മധ്യപ്രദേശിൽ നിന്നല്ല, ഗുജറാത്തിൽ നിന്നല്ല, ഉത്തർപ്രദേശിൽ നിന്നല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഈ കർണാടകയിൽ നിന്നാണ്. സ്നേഹത്തിന്റെ കട അങ്ങനെ ഇടിച്ചു നിരത്തുകയാണ്. അതെ, സ്നേഹത്തിൻ്റെ കടയിൽ ഇപ്പം അധികാരം നിലനിർത്താനായിട്ട് ഈ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് മാത്രം പോരാ, മെജോറിറ്റി അപ്പീസ്മെൻറ്റും കൂടെ വേണം. ഭൂരിപക്ഷത്തിനെ കയ്യിലെടുക്കണം. അപ്പോൾ അതിനും കൂടെ ചേർന്നുള്ളൊരു കളിയാണ് അവിടെ സിദ്ധരാമയ്യ സർക്കാർ, കോൺഗ്രസ്സുകാർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിദംബരം ദൃക്സാക്ഷിയായി നിന്നു എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഗുരുതരമാണ് അവസ്ഥ. കോൺഗ്രസ് എപ്പോഴും പറയുന്നത് ബുൾഡോസർ നീതിക്കെതിരെ യോഗി ആദിത്യനാഥിനെ വളരെയധികം വിമർശിക്കാറുണ്ട്. അദ്ദേഹം അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുമ്പോഴെല്ലാം ബുൾഡോസർ അല്ല അതിന് വേണ്ടത്, കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്ത് 10, 30, 50 വർഷം കേസ് പറഞ്ഞ് അവസാനം അവന് വേറെ ഭൂമി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ ഭൂമിയിൽ നിൽക്കാൻ അവസരം കൊടുത്തിട്ട് ബാക്കി ഭാഗത്ത് പ്രവർത്തനം നടത്തുന്ന ശൈലിയാണ് നല്ലത്, അല്ലാതെ പെട്ടെന്ന് വികസനം അങ്ങനെ വരുത്തരുതെന്നാണ് കോൺഗ്രസ്സുകാരൻ്റെ വാദം. അപ്പോൾ ആ വാദത്തിന് ഒരു ആമവാദം പിടിപെടുന്ന പോലത്തെ ഒരു സംഗതിയാണ് ഇവിടെ കോഗിലു ഗ്രാമത്തിൽ എലേഹെൻഗ എന്ന് പറഞ്ഞ പ്രദേശത്ത് നടന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അത്ര വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന, ഈ പത്രമാധ്യമങ്ങളാണ് ഈ ഭൂകമ്പം എല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഭൂകമ്പം ഉണ്ടാക്കുന്ന പോലത്തെ കാര്യമൊന്നുമില്ല. ഇത് വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ട് അവിടെ ഇടിച്ച് നിരപ്പാക്കിയിട്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു 200ഓളം മുസ്ലിം കുടുംബങ്ങൾ എന്ത് ചെയ്തു, അവിടെ കയറി ഷെഡുമൊക്കെ വെച്ച് താമസമാക്കി. അപ്പോൾ അവിടെ കയറരുത്, അത് നമ്മൾ ഇങ്ങനെ നമ്മുടെ മൈസൂർ സോയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം അവിടെ ഇടിച്ചു നിരത്തിയെല്ലാം നമുക്കായിട്ട് വെച്ചിരിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും അവർ കയറി താമസമാക്കി കഴിഞ്ഞപ്പം ഗവൺമെൻറ് അത് അവരോട് എത്ര പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ മാറ്റാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കോടതി കൊണ്ട് കേസ് കൊടുത്താൽ എന്ത് ചെയ്യും? അവരുടനെ തന്നെ ഞങ്ങളുടെ കിടപ്പാടമാണെന്നൊരു സ്റ്റേ വാങ്ങിക്കും, പിന്നെ അത് അവിടെ കിടക്കും, അങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോലെ ഡെവലപ്മെൻറ്റ് ആവശ്യമായതുകൊണ്ട്, അനധികൃതമായ താമസം ആയതുകൊണ്ട് ഇടിച്ചു നിരത്തി. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുമ്പം കൊള്ളാം, BJP ചെയ്യുമ്പോഴാണ് അത് ബുൾഡോസർ നീതി എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും വളരെ രോഷാകുലനാക്കിയിരിക്കുന്നത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഒഴിപ്പിക്കലാവാം, പക്ഷേ ഇച്ചിരി മാന്യമായിട്ടൊക്കെ ഒഴിപ്പിക്കണം, പാവങ്ങളുടെ വീടൊന്നും അങ്ങനെ ഇടിച്ചു നിരത്തരുത്. നമ്മൾ കണ്ടതാണ്, ഇവിടെ എത്രയോ കേരളിൻ്റെ ഭാഗമായിട്ട് എത്രയോ വീടിൻ്റെ നെഞ്ചത്താണ് കൊണ്ടുവന്ന് കുറ്റി വെച്ചതും സ്ത്രീകളടക്കമുള്ളവർ കിടന്ന് നെഞ്ചത്തടിച്ച് ബഹളം ഉണ്ടാക്കിയതുമെല്ലാം. എന്തായാലും ഭാഗ്യത്തിന് വലിയ സമരം നടന്നപ്പം അത് കേന്ദ്രം അനുമതി കൊടുക്കാത്തതുകൊണ്ട് ഇവരുടെ നെഞ്ചത്തെ കുറ്റി തനിയെ ഇറങ്ങിയതാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടുത്തെ വാദം അങ്ങനെയല്ല. മൈനോറിറ്റിയെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സിന് ഉണ്ട്, അവരത് ചെയ്തില്ല, അതുകൊണ്ട് തെറ്റാണ്. അപ്പോൾ അവരെയൊന്നും അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല, അവരുടെ കുടുംബം സംരക്ഷിക്കണം. പറഞ്ഞത് കൊണ്ടാണ് ഈ സിദ്ധരാമയ്യ DK ശിവകുമാറും തമ്മിൽ തർക്കം നിൽക്കുന്നുണ്ടല്ലോ. ഈ DK ശിവകുമാർ BJP-യിലേക്ക് പോകുമെന്ന് പറയുന്നു, പാർട്ടി പിളരുമെന്ന് പറയുന്നു. അത്തരം തർക്കങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട്. അത്തരം തർക്കങ്ങളൊക്കെ ഇതിന് ഗുണകരമായിട്ട് വരും. DK ശിവകുമാറിന്റെ നീക്കത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും. സിദ്ധരാമയ്യ ഭൂരിപക്ഷത്തിനെയും കൂടെ കയ്യിലെടുക്കുന്ന വിധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ BJP-യേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന്റെ ആളായിട്ട് നിൽക്കാനും സിദ്ധരാമയ്ക്ക് അറിയാം. മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് നടത്തുന്ന പോലെ തന്നെ മൈനോറിറ്റീസിനെ ഇടിച്ചൊതുക്കാനും എനിക്കറിയാം. അങ്ങനെ ഞാനൊരു പക്ഷപാതം കാണിക്കുന്ന ആളല്ല എന്ന് വരുത്താനും ഇതുവഴി സിദ്ധരാമയ്യ എന്ന് പറയുന്നത് DK ശിവകുമാറിനേക്കാൾ കിഴിഞ്ഞ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനാണ്. DK ശിവകുമാർ രാഷ്ട്രീയത്തിൽ ക്യാമനാണെങ്കിലും പക്ഷേ ഈ ബുദ്ധി പണത്തിൽ ക്യാമനാണ്, മസിൽ പവറിൽ ക്യാമനാണ്, എവിടെയും ചാടിച്ചെന്ന് എന്തും പറയാൻ ക്യാമനാണ്. ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ ചെറുപ്പമായതുകൊണ്ട് കുറച്ചുകൂടെ അപ്പിയറൻസും അപ്പീലും ഉണ്ട്. പക്ഷേ സിദ്ധരാമയ്യ അങ്ങനെയല്ല. സിദ്ധരാമ അങ്ങനെ പത്തി താഴ്ത്തി കിടക്കുന്ന ഒരു പൂഴിക്കടകനാണ്. സമയമാകുമ്പോഴേ എണീറ്റ് ഒറ്റ കടി തരുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, 2.5 വർഷമാകുമ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പറഞ്ഞിരിക്കുന്നു, ആര് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതായി. പിന്നെ കൂടുതൽ പേര് പ്രഷർ ചെയ്ത് പറഞ്ഞ് എനിക്ക് ആ റെക്കോർഡൊന്നും തിരുത്തണം, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആ റെക്കോർഡ് എനിക്കൊന്ന് തിരുത്താനായിട്ടൊരു അവസരം കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത അടവറക്കും. ഇനി 2028 ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് എനിക്കും അടുത്തത് പറയുന്നത്. അപ്പോൾ 28 ആകുമ്പം പറയും ഞാനാണ് ഇത്രയും കാലം ഈ സർക്കാരിനെ കൊണ്ടുപോയത്. ഇപ്പം തന്നെ പുള്ളി പറഞ്ഞു 36 മന്ത്രിമാരുണ്ട്. 36 മന്ത്രിയോടും പറഞ്ഞ് ഓരോ MLA വീതം 2 MLA വീതം കയ്യിൽ വെച്ചോണം.
ഞാൻ കുറേ നോക്കും, നിങ്ങളും കുറേ MLA വരെ കയ്യിൽ വെച്ചോണം, അങ്ങനെ നമ്മൾ ഒന്നിച്ച് നിന്നാലേ നിന്റെ മന്ത്രിസ്ഥാനം നിൽക്കുകയുള്ളൂ, അയാൾ വന്ന വേറെ ആളായിരിക്കും മന്ത്രി എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സിദ്ധരാമയ്യ പഠിച്ച കള്ളനാണ്, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ചാടി വരില്ല, ആ കളിയിലൊക്കെ അഗ്രഗണ്യനാണ്. അപ്പം അദ്ദേഹം അതിനൊക്കെയുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ബുൾഡോസർ വേണമെങ്കിൽ ബുൾഡോസർ ഉപയോഗിക്കും. പിന്നെ പണ്ടേ പറയും ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP. കോൺഗ്രസ് ചെയ്ഞ്ഞാൽ അത് ഉടനെ തന്നെ BJPയിലോട്ട് വളമായിട്ടാണ് മാറുന്നത്. ഇനി കോൺഗ്രസ് വളർന്നാലും അത് മരത്തോടു കൂടി അവർ ഇവിടെ കൊണ്ടുവന്ന് പിഴുതു വയ്ക്കും. അതാണ് നമ്മൾ ആസാമിലും മറ്റു പലയിടത്തും ഹേമന്ത് ബിശ്വ ശർമ്മയൊക്കെ അറിയാമല്ലോ, ആ മരത്തോടെ പിഴുത് മുഖ്യമന്ത്രിയായിട്ട് അവിടെ കൊണ്ടുവച്ചു. അതോടുകൂടി BJP ആസാമിൽ സുരക്ഷിതമായി. അപ്പം മമതാ ബാനർജി ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അവിടെ ഇതേ അവസ്ഥയാണ്. ഇപ്പം അവിടെ ലക്ഷങ്ങളിങ്ങനെ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോയത് മാത്രമല്ല, അവിടെ കള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ഒത്തിരി പേർ കൊടുത്തിരുന്നു. അതെല്ലാം ഇപ്പം പുതിയ നിയമപ്രകാരം 10 വർഷം ഇപ്പോൾ പാസ്പോർട്ട് നിയമവും നമ്മുടെ പിന്നെ എല്ലാം കടക്കിൽ വന്നപ്പം പൗരത്വ നിയമമൊക്കെ വളരെ ശക്തമാക്കി കഴിഞ്ഞപ്പം പൗരത്വ നിയമം ലംഘിച്ച് ആരെങ്കിലും ഇവിടെ താമസിച്ച് വ്യാജ പൗരത്വ നിയമം ഉണ്ടാക്കിയാൽ 10 വർഷം ജയിലിൽ കിടക്കണം. പിന്നെ അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല, നേരെ പിടിച്ചങ്ങ് ജയിലിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് കേട്ട് അതിപ്പോൾ RSSകാരെയൊക്കെ അവിടെ ചെന്ന് നല്ലപോലെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ തന്നെ. ഇവിടെ നിൽക്കുന്ന റോയിൻ്റെ നീ ഇവിടെ നിൽക്കുന്ന കൊള്ളാം, അകത്തായ 10 വർഷം അവിടെ കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. ഇത് കേട്ട പാതി ഇപ്പോൾ ഓട്ടമാണ്, അതിർത്തി കടന്ന് കുറേ എണ്ണം പോയിട്ടുണ്ട്. മമതാ ബാനർജിയുടെ കാര്യം ഇത്തവണ പരുങ്ങലിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് പലരും BJP ലൈനിലേക്ക് ഇപ്പോൾ പോകുന്നു എന്നുള്ളതാണ്. സിദ്ധരാമയ്യ അതിന് തുടക്കമിട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ പല ആൾക്കാരും നഗരസഭകളും ഗ്രാമസഭകളും ഒക്കെ സൗകര്യപൂർവ്വം BJPക്ക് അടിയറ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറ്റത്തിന്റെ പാതയിലാണ് തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് മാറുകയാണോ അവരുടെ രാഷ്ട്രീയം? അതിനാണ് അവർ നിതിൻ നബീനെ ഇവിടെ പ്രത്യേകമായിട്ട് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. നിതിൻ നബീൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ 5 പ്രാവശ്യം ഒരേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ്. ഏറ്റവും കൂടുതൽ അത് ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാജിക്കാണ്. ഇത് എങ്ങനെ ഈ മാജിക്ക് പറ്റുന്നുള്ളതാണ്. അവസാനമാണ് അതിന് മുമ്പത്തെ തവണ ശത്രുഘ്ൻ സിംഗയുടെ മോനെ പിടിച്ചിട്ടു അയാളെ എതിർക്കാനായിട്ട്. അപ്പോഴും ഭൂരിപക്ഷം 85 ലക്ഷം, സോറി 85,000. 1 ലക്ഷത്തി ചില്ലുവാനും വോട്ടുള്ള സ്ഥലത്ത് 85,000 അങ്ങേരുടെ ഭൂരിപക്ഷം തന്നെ. ഒന്നാലോചിച്ച് നോക്കും. ഇതാണ് അവസ്ഥ. ഇത്തവണ RJD അവിടുത്തെ ഒരു വനിതാ രത്നം എന്ന് പറഞ്ഞ് നമ്മുടെ DGP ശ്രീരേഖയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു അതികായിയെ കൊണ്ടുപോയി നിർത്തി. അവരും പൊട്ടിപ്പോയി 55,000 വോട്ടിന്. ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ നിതിൻ നബീൻ. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കുമെന്നാണ്. മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ചുമ്മാ അങ്ങനെ നോക്കുകയല്ല. 2 പേര് നിൽക്കുന്നെങ്കിൽ അതിൽ അവനാര് ഇവനാര്, ഇവൻ ഇത്രയും നാൾ വോട്ട് ചെയ്തിരുന്ന ആർക്ക്, ഇന്നലെ അവർ മിനിയാന്ന് വോട്ട് ചെയ്തിരുന്ന ആർക്ക്, ഇതെല്ലാം നോക്കി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളെ എങ്ങനെ നമ്മുടെ കൂടെ ചേർക്കാം, അപ്പുറത്ത് നിൽക്കുന്നവനാര്, ഈ 2 എണ്ണത്തിനെ എൻ്റെ കൂടെ വരുന്നതിന് എന്ത് ചെയ്യണം, ഇങ്ങനെ മൈന്യൂട്ടായിട്ട് പോയി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പിടിക്കുന്നതിന് ആശാനാണ് ഈ നിതിൻ നബീൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ ഇറക്കി വിട്ടുന്നത്. അപ്പം തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പിരിവ് പോകുന്നതെന്ന് അവിടെ നോർത്ത് ഇന്ത്യയിൽ പലർക്കും പിടിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു സൂക്ഷ്മദർശിനി വന്നാലേ ഇത് എടുക്കാൻ പറ്റും. ഈ DMK എങ്ങനെയാണ് ഇത്ര വോട്ട് പിടിക്കുന്നത്, അവിടെ ഇത്രയും ജാതിയും ഉപജാതിയൊക്കെ ഉള്ളപ്പം എങ്ങനെ വോട്ട് പിടിക്കുന്നു, ഇവൻ ഈ വെറും ദ്രാവിഡം പറഞ്ഞാണോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് സൂക്ഷ്മദർശിനി അവിടെ നോക്കും. ഇവിടെ CPM പാർട്ടി ഗ്രാമവും പരിപാടിയൊക്കെ ആയിട്ട് ഇതെങ്ങനെ വോട്ട് പിടിച്ചിങ്ങനെ നിർത്തുന്നു, ഈ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് മാത്രമാണോ, അതോ വേറെ ഘടകങ്ങളുണ്ടോ, അതോ വിരട്ടാണോ, എങ്ങനെയാണ് ഇവർ ആളെ പിടിച്ചു നിർത്തുന്നത്, അതോ CIT ലോബിയുടെ കളിയാണോ, എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കാനായിട്ട് അടുത്ത സൂക്ഷ്മദർശിനി ഇവിടെയും വരും. അതുകൊണ്ട് നിതിൻ നബീനെ പേടിക്കേണ്ട ആളാണ്. ഈ അമിത്ഷാ ഇറക്കി വിട്ടിരിക്കുന്നത് ഒരു ചെങ്കീരിയാണ്. അപ്പം അതുകൊണ്ട് കർണാടക മാത്രമല്ല കേരളവും ചിലപ്പം മാറും. ബുൾഡോസർ നീതി ശരിയല്ല എന്ന് പറഞ്ഞവർ ബുൾഡോസർ നീതി ശരിയാണെന്ന് പറയും. കാക്കി നിക്കർ ദോഷമാണെന്ന് പറഞ്ഞവർ കാക്കി നിക്കർ ഇട്ടുകൊണ്ട് ഇറങ്ങും. കാലം വരുമ്പോൾ നമുക്ക് കാണാം. അയ്യപ്പ സംഗമം തുടരും. അയ്യപ്പ സംഗമം തുടരും. അയ്യപ്പനെ കൂടുതൽ പേര് തലയിൽ കെട്ടുമായിട്ട് വിളിച്ചുകൊണ്ട് വരാൻ തുടങ്ങും. പക്ഷേ അയ്യപ്പ സംഗമം മാത്രം വെച്ചിട്ട്, അയ്യപ്പൻ്റെ മുദ്രാവാക്യം മാത്രം വെച്ചിട്ട് കോൺഗ്രസിന് ഇത്തവണ വച്ച പിടിക്കാൻ പറ്റില്ല. അത് ഈ അടിയും തൊഴിയും നടക്കുന്നതിനിടയ്ക്ക് ഉറച്ച ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നില്ലെങ്കിൽ, സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥികളെ അതുപോലുള്ളവരെ ഇറക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ 100 പോയിട്ട് ഇപ്പോൾ കിട്ടിയ
80 തന്നെ പിടിക്കാൻ പാടാവും. 80-ൽ 10 ആടി നിൽക്കുന്നതാണ്. 10 20ഓളം സീറ്റുകളിൽ 1000-ന് താഴെയാണ് വോട്ട്. 1500-ന് താഴെയൊക്കെയാണ് വോട്ട്. അപ്പം അതൊക്കെ LDF ഇത്തവണ LDF നല്ല സ്ഥാനാർത്ഥി ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിസ്സാരമായിരിക്കില്ല കളി. LDF പഴയ പണ്ട് കോൾഡ് സ്റ്റോറേജ് വെച്ച നല്ല കുറേ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ എല്ലാത്തിനും ഇപ്പോൾ പുറത്തെടുക്കുമെന്ന് പറഞ്ഞു. ചിലപ്പം കാലൊടിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സുധാകരൻജി അടക്കം ആലപ്പുഴ ഒക്കെ ചിലപ്പോൾ രംഗത്ത് വരും. എന്തായാലും തോമസ് ഐസക്കൊക്കെ രക്ഷപ്പെടും, ഇത്തവണ സീറ്റ് കിട്ടും. അങ്ങനെ പലരും രംഗത്ത് വരും. ഇനി തോമസ് ഐസക് ഇപ്പോൾ ലോക്സഭയിൽ പരാജയപ്പെട്ടു. പക്ഷെ അത് അങ്ങ് പോയിട്ടാണ്, പത്തനംതിട്ട പോയിട്ടാണ്. ആലപ്പുഴയാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ജയിച്ചു വരാനുള്ള ചില വേലകളൊക്കെ അറിയാം. അതുപോലെ സുരേഷ് കുറുപ്പ്, ഇവരൊക്കെ മതിയാക്കി പോയെന്ന് പറഞ്ഞവരെയൊക്കെ ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയാൽ ചിലപ്പം വേറൊരു ഫൈറ്റിന് കളമൊരുങ്ങും. ഒരു മുഖമനുക്കലിന് LDF തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുൾഡോസറുകൾ ഏത് വിധത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.